ഏറ്റവും വ്യാകുലയായ മാതാവേ, ഗാഗുൽത്തായിലെ ബലിവേദിയിൽ ദുസ്സഹമായ വേദന അനുഭവിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ മാതാവായി തീർന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദുഃഖിതരുടെയും പീഡിതരുടെയും ആശ്വാസമായ വ്യാകുല മാതാവേ, അങ്ങയെ ഞങ്ങൾക്ക് മാതാവായി തന്ന മിശിഹായെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതൃത്വം സ്വീകരിച്ച സമയം മുതൽ അവാച്യമായ വേദനകൾ അനുഭവിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ തൻ്റെ തിരുക്കുമാരനോട് സജീവമായി സഹകരിച്ച മാതാവേ, അവിടുത്തെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് പാപങ്ങളിന്മേൽ യഥാർത്ഥമായ മനസ്താപവും പാപസാഹചര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് അവിടുത്തെ തിരുക്കുമാരനെ അധികമധികം സ്നേഹിക്കുവാനുള്ള അനുഗ്രഹവും നൽകണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പീഡകളെ ദൈവതിരുമനസ്സിന് അനുയോജ്യമാം വിധം സഹിച്ചുകൊണ്ട് ദരിദ്രനും വിനീതനുമായ ക്രിസ്തുനാഥനെ സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അങ്ങയുടെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ജന്മം നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.